ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നരസിംഹസ്വാമി ടെമ്പിൾ ഇൻ ആന്ധ്ര. ഗുണ്ടൂരിലാണ് ഈ ടെമ്പിൾ. ഈ ഗോപുരം പ്രത്യേകത 157 അടിയിലാണ്. ആന്ധ്രയിൽ വെച്ച് ഏറ്റവും വലിയ ഗോപുരമാണിത്. ഇവിടെ ഈ ടെമ്പിൾ ഈ ഗുണ്ടൂരിൽ വെച്ച് ഈ നരസിംഹസ്വാമി ടെമ്പിൾ 3 ഭാവത്തിലുള്ളതാണ്. ഒന്ന് താഴെയുള്ള രാജലക്ഷ്മി സമേതനാണ്. പിന്നെ ഈ മലയുടെ മേലെ എന്താ ഇപ്പോൾ കാണാൻ ഇതാണ് പാണക്കാല സ്വാമി. ഇത് നേരിട്ട് ഇവിടുത്തെ നിവേദ്യം വന്നിട്ട് പാനകമാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും മേലെ അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ രൂപമൊന്നുമില്ല, പക്ഷേ ജ്യോതിയാണ് അവിടെ മെയിൻ. നമുക്ക് എണ്ണ കൊണ്ടുപോയി അവിടെ കത്തിക്കുക. അഖണ്ഡ ജ്യോതിയാണ്. ഏറ്റവും വലിയ ആന്ധ്രയിൽ വെച്ച് ഏറ്റവും വലിയ ഗോപുരമാണിത്. ഇവിടുത്തെ പ്രത്യേകത, ഈ മേലത്തിൽ നരസിംഹസ്വാമിയുടെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് പാനകമാണ് ഇവിടെ മെയിൻ നിവേദ്യം. ഇത് രാവിലെ പുലർച്ചെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അമ്പലം അടിക്കും. പിന്നെ രാത്രി ഇവിടെ ആരും മേലേക്ക് പോവില്ല. ദൈവങ്ങളൊന്ന് പൂജ ചെയ്യുന്ന സമയമാണത്. അത് കൃതയുഗത്തിൽ തൊട്ട് തന്നെ ഇതിങ്ങനെ തുടർച്ചയാണ്. കൃതയുഗത്തിലൊന്ന് അമൃതമാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ത്രേതായുഗത്തിൽ തൊട്ടിട്ട് ഓരോ നിവേദ്യം ഓരോ സമയത്ത് ഇങ്ങനെയാണ്. ത്രേതായുഗത്തിലൊന്ന് നെയ്യാണ്. പിന്നെ ദ്വാപരയുഗത്തിലൊന്ന് പാല്. ഈ കലിയുഗത്തിൽ ഒന്ന് പാനകമാണ് ഇവിടുത്തെ നിവേദ്യം. ഇത് പണ്ട് കാലത്ത് നമുക്ക് ഇങ്ങനെ ഈ ഗുഹയിലേക്കാണ് ഇങ്ങനെ നമ്മൾ പാനകം ഒഴിച്ചു കൊടുക്കുക. അത് വരും മുഖമായിട്ടാണ് രൂപം കാണുക. ഇതേ കൂടിയാണ് ഉള്ളുവഴി. ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? ഡ്രമ്മ് കണക്ക് പാനകം ഒഴിക്കും. അത് ഇങ്ങനെ നരസിംഹസ്വാമി വായിലേക്ക് ഇങ്ങനെ പൂജാരി ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്ത് പകുതി കുടിച്ച് വീണ്ടും ആ പ്രസാദം ബാക്കി ഇതുണ്ടാവും. നമുക്ക് ഈ കുടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഒരു ദിവസം ഡ്രമ്മ് കണക്കിനാണ് പാനകം പോവുക. ഇവിടുത്തെ പ്രത്യേകത ഇവിടെയാണ്. അവിടെ നിന്ന് പാനകം കുടിക്കുക, നമുക്ക് പ്രസാദമായിട്ട് തരിക. അവിടെയൊക്കെ എത്ര ഡ്രമ്മ് കണക്കിന് പാനകം കൊടുത്താലും അവിടെ ഈച്ചയും ഇതൊന്നും വരില്ല. അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇത് മേലെയാണ്. മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹനുമാൻ്റെ വിഗ്രഹം ഉണ്ടാവും. ഇത് നമ്മൾ ശ്രീദേവിയാണ് വൈഫ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഇങ്ങനെ വായിലേക്ക് പാനകം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ കുടിക്കുന്ന സൗണ്ട് കേൾക്കാം നമുക്ക്. ആ ഗുഹയിലേക്ക് എവിടേക്ക് പോകുന്നു ആർക്കും ഒന്നും അറിയില്ല. നേരിട്ട് ഭഗവാൻ പ്രസാദം ഏത് അമ്പലത്തിൽ പോയാലും നൈവേദ്യം നമുക്ക് കൊടുത്ത് നമുക്കത് തിരിച്ച് പൂജാരിന് തരും. ഇവിടെ അങ്ങനെയല്ല. ദൈവം നേരിട്ട് സ്വീകരിച്ച് നമ്മൾ ആ വായിലേക്ക് ഇങ്ങനെ തീർത്ഥം എന്താ പറയുക പാനകം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ബാക്കി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു തരും. അത് നമുക്ക് കുടിക്കാം. ഇവിടെ മേലെ രാജലക്ഷ്മി ഭഗവതിയാണ്. അതിൻ്റെ മേലെ ഇതും ഗുഹയാണ്. അതിങ്ങനെ അമ്പലമായിട്ട് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ ഗുഹ ഉണ്ടാവും. ഉപമൂർത്തി പോലെയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇനിയൊരു ചെറിയ ഗുഹ. ഇവിടെ പത്മനാഭസ്വാമി ഉണ്ടാവും. ഇത് സാധാരണ ഉപമൂർത്തി വേറെയാണ്. ഇതേ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പത്മനാഭസ്വാമി കാണാം. പത്മനാഭസ്വാമി കാണാം. ഈ അമ്പലം സ്വയംഭൂവാണ്. 4 യുഗം ചരിത്രമുള്ളതാണ് ഈ അമ്പലം.
ഇത് പത്മനാഭസ്വാമി ടെമ്പിൾ. ഇതൊക്കെ ഒരു മലയുടെ മേലെയാണ്. പിന്നെ ഈ താഴെ വലിയ ഗോപുരം കാണിച്ചെന്നില്ലേ, ആ അമ്പലത്തിൽ 1800 നൂറ്റാണ്ടിൽ ഇവിടുത്തെ എന്താ പറയുക, ഒരു രാജാവ്, ഒരു എന്താ തഞ്ചാവൂരിലത്തെ രാജാവ് ഒരു സ്വർണം പതിപ്പിച്ച് ഇത് ഈ സ്റ്റെപ്പ് കാണാല്ലേ, ഈ സ്റ്റെപ്പ് മേലെ കൂടി പോയി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു അഖണ്ഡ ജ്യോതി ഇതിൽ അഖണ്ഡ ജ്യോതി കാണാം. ഇതേ കൂടി സ്റ്റെപ്പ് ഉണ്ടാവും, ഒരു 400 സ്റ്റെപ്പ് ഉണ്ടാവും. ഇനി അതാണ് ലാസ്റ്റ്, അതിൻ്റെ മേലെ ഇല്ല. ഇത് നമുക്ക് വല്ല ദോഷം വല്ല എന്താ പറയുക, വല്ല ഈ ഗണ്ഡം എന്ന് പറയില്ലേ, ആ ഗണ്ഡം ദോഷം ഇല്ലാണ്ട് നമുക്ക് ആ മേലെ പോയി എണ്ണ ഒഴിച്ച് ദീപാരാധന എണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ്, നമ്മുടെ സീറ്റാണത്. എന്നും ഈ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. വീട്ടിൽ നിന്ന് ടിഫിനും ചായയൊക്കെ കൊണ്ടുവരും, ഇവിടെ നിന്ന് കഴിക്കും. കുറച്ച് ഏരിയ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പോകും. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അതാണ് പ്രത്യേകത. ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ നിവേദ്യം ഭഗവാനെ സങ്കല്പിച്ച് നമുക്ക് തരുന്നതാണ്. ഈ അമ്പലത്തിൽ അങ്ങനെയല്ല. ഈ അമ്പലത്തിൽ വെച്ച് നമുക്ക് നേരിട്ട് ഭഗവാന് നിവേദ്യം കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് തിരിച്ചു തരും. നമ്മൾ എത്ര കൊടുത്തോ അതിൻ്റെ പകുതി സ്വീകരിച്ച് ബാക്കി ഭഗവാൻ തിരിച്ചു തരും.